നമ്മളിന്ന് +2 മാത്സിന്റെ പബ്ലിക് എക്സാമിന് വേണ്ടിയുള്ള റിവിഷൻ ക്ലാസ് ആണ്. നമ്മൾ എഴുതിയിരിക്കുന്ന അടിപൊളി ക്വസ്റ്റൻ ആണ്. നമ്മുടെ ഇന്റഗ്രേഷനിലെ സൂപ്പർ ആയിട്ടുള്ള 2 ക്വസ്റ്റൻസുകൾ. നിങ്ങൾ ക്വസ്റ്റൻ കാണുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് കത്തിയേക്കാം, പക്ഷെ ഒട്ടുമിക്ക കുട്ടികൾക്കും അത്ര ഈസി അല്ല ഇവനെ പഠിച്ചെടുക്കാം. പക്ഷെ എക്സാമിന് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്. 9 മാർക്കുള്ള ഒരു വലിയ ചാപ്റ്ററാണ്. ഇവനെ പഠിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ വേണം, പിന്നെ ഫോർമുലാസുകൾ വേണം. എല്ലാം കൊണ്ടും എല്ലാ കാര്യങ്ങളും ഇത്തിരി ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റൻസുകളാണ് വരുന്നതും. അപ്പൊ ഇവരെ പഠിച്ചെടുക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം തൊട്ടേ നന്നായിട്ട് പഠിക്കണം. ഇതിന്റെ ഇടയ്ക്ക് കയറി പഠിക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല. നമ്മുടെ ക്ലാസ് ഉണ്ടെന്ന് ജോയിൻ ചെയ്യാം. എല്ലാ ചാപ്റ്ററിനും എക്സാമിന് വരുന്ന നമുക്ക് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസുകൾ കൃത്യമായിട്ട് തന്ന അതിന്റെ ആൻസർ തന്നുള്ള ക്ലാസ് ആണ്. ജോയിൻ ചെയ്യാൻ നമ്മുടെ നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം. സ്റ്റാർട്ട് ചെയ്യാം. ഇന്റഗ്രൽ x/1 + x⁴ into tan inverse x² dx. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ട് ഇവിടെ. പക്ഷെ നമുക്ക് ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യനിലൂടെ കയറാം. ഇതിനെ നമുക്ക് ചെയ്യുമ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ, ഇതൊരു സബ്സ്റ്റിറ്റ്യൂഷൻ ക്വസ്റ്റ്യൻ ആണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. tan ഇൻവേഴ്സിനുള്ളിൽ x² ഒരിക്കലും നമുക്ക് ഡയറക്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല, സബ്സ്റ്റിറ്റ്യൂഷൻ കൂടെ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് x² മാത്രമല്ല, tan ഇൻവേഴ്സ് x² നമ്മൾ u എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. ദാറ്റ് ഈസ് u ഈസ് ഈക്വൽ ടു tan ഇൻവേഴ്സ് x². അപ്പൊ du tan ഇൻവേഴ്സ് x² ന്റെ ഡെറിവേറ്റീവ്. അപ്പൊ tan ഇൻവേഴ്സ് x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? tan ഇൻവേഴ്സ് x ന്റെ ഡെറിവേറ്റീവ് 1/1 + x². ഇവിടെ x വന്നപ്പോൾ ഇവിടെ x². അപ്പൊ ഇവിടെ ഓൾറെഡി x എന്ന സ്ഥാനത്ത് ഇപ്പൊ ഇവിടെ x² ആണ് കിടക്കുന്നത്. അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് വരുമ്പോൾ 1/1 + x² ന്റെ സ്ക്വയർ x⁴. പിന്നെ x² ഡെറിവേറ്റീവ് എത്ര വരും? 2x dx. ഇത്രയാണ് ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ അതിനെ വൃത്തിയായിട്ട് എഴുതാം. ദാറ്റ് ഈസ് du ഈക്വൽ ടു 2x/1 + x⁴ dx. ഇങ്ങനെയാ വരുന്നത്. ഒന്നുകൂടെ കേട്ടെ. tan ഇൻവേഴ്സ് x² ന്റേത് 1/1 + x² ന്റെ സ്ക്വയർ, അതാണ് x⁴. പിന്നെ x² ഡെറിവേറ്റീവ് 2x ഉം പിന്നെ dx ഉം വൃത്തിയായിട്ട് എഴുതി. ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ x ഉണ്ട്, 1 + x⁴ ഉണ്ട്, ഇവിടെ ഉണ്ട് കണ്ടോ, x ഉണ്ട്, 1 + x⁴ ഉണ്ട്, dx ഉണ്ട്. പക്ഷെ അതിൽ നമുക്ക് ഒരു 2 ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പൊ ഈ 2 നെ ഇങ്ങോട്ട് വരുമ്പോൾ du/2 ഈസ് ഈക്വൽ ടു x/1 + x² dx എന്ന് കിട്ടും. അത് ഇവിടെ ഉണ്ട് കണ്ടോ, x+1 + x⁴. ഓക്കെ, അത് ഇവിടെ ഉണ്ട്. അപ്പൊ ക്വസ്റ്റ്യനോട് തിരിച്ചു വരികയാണ്. അപ്പോൾ ആരൊക്കെയാ നോക്കിക്കേ, ഈ x, ഈ 1 + x⁴, പിന്നെ ഈ dx, ഈ മൂന്നൂടെ ചേർന്ന് ആരായിട്ട് മാറി? du/2 ആയിട്ട് മാറി. ഈ 3 റൗണ്ടുകൾ ഇതായി. ബാക്കിയുള്ളത് ഇയാളാണ്. അത് ഡിനോമിനേറ്റർ ആണ് 1/tan ഇൻവേഴ്സ് x² ഫുൾ ആരായിട്ട് മാറി? u. അപ്പൊ ഇത് 1/u എന്ന് മാറി. പുറത്തോട്ട് /2 വരെ എടുക്കുമ്പോൾ 1/2 ഇൻറ്റു ഇന്റഗ്രൽ 1/u du. ദാറ്റ് ഈസ് 1/2 ഇൻറ്റു 1/u 1/x എന്താണ്? log x. അപ്പൊ 1/u ന്റേത് log u. ദാറ്റ് ഈസ് 1/2 ഇൻറ്റു log ഓഫ് u ന് പകരം നമ്മൾ ആരെ കൊടുക്കണം? tan ഇൻവേഴ്സ് x². അത്രേ ഉള്ളൂ കേട്ടോ. പ്ലസ് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, നമ്മൾ അത്ര ഈസിയാന്ന് പറയുന്നില്ല, പക്ഷെ എക്സാമിന് വരും കേട്ടോ. നമ്മൾ ഇതിന്റെ അങ്ങനെ ഈസി ക്വസ്റ്റ്യൻസുകൾ മാത്രം വന്ന് നിങ്ങൾക്ക് ഒരിക്കലും മാർക്ക് തരത്തില്ല. നിങ്ങൾ ഇത്തിരി കഷ്ടപ്പെട്ടെങ്കിലേ കിട്ടുള്ളൂ. നെക്സ്റ്റ് ഇന്റഗ്രൽ e⁻x ന്റെ x+1 ന്റെ cos ഓഫ് x e⁻x dx. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ നോക്കിയാണ്, ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. കോസ് ഉണ്ട്, കിടക്കുന്നുണ്ട്, x e⁻x. നമുക്ക് ഒരിക്കലും ഡയറക്റ്റ് ഇന്റഗ്രേഷൻ പറ്റില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് u ഈക്വൽ ടു x e⁻x. ഈ x e⁻x ന് ഫുൾ ആയിട്ട് u എടുക്കണം. ഇപ്പൊ du ഈക്വൽ ടു ഇതിന്റെ പ്രോഡക്റ്റ് ആണ് ഫസ്റ്റ് ഇൻറ്റു x ന്റെ e⁻x ഡെറിവേറ്റീവ് പ്രോഡക്റ്റ്. അപ്പൊ ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് dx. ഓക്കെ, ഇവിടെ e⁻x ഉണ്ട്, ഇവിടെ e⁻x ഉണ്ട്. അപ്പൊ e⁻x നിങ്ങൾ കോമൺ എടുത്താൽ ബ്രാക്കറ്റിൽ ഇവിടുന്ന് x ഉണ്ട്, ഇവിടെ ബ്രാക്കറ്റിൽ 1 ഉണ്ട് dx. ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ ഇതൊക്കെ കാണുന്നുണ്ട് കേട്ടോ. e⁻x x+1, e⁻x x+1 dx എല്ലാം ഉണ്ട് കേട്ടോ. അപ്പൊ ക്വസ്റ്റ്യനോട് വരുമ്പോൾ ഇയാള് ഈ 3 പേരൂടെ ചേർന്ന് du ആയിട്ട് അങ്ങ് മാറി. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഇയാൾ u. അപ്പൊ നമുക്ക് ഇനി ബാക്കിയുള്ള എന്താണ്? കോസ് ഓഫ് ഇതൊക്കെ u ആയപ്പോൾ കോസ് u എന്ന് മാത്രം കിട്ടി. ഓക്കെ, ഈ ഇതും ഇതൂടെ ചേർന്നാണ് du ആയിരിക്കുന്നത് കേട്ടോ. പിന്നുള്ളത് കോസ് x e⁻x u ആകുമ്പോൾ കോസ് u. കോസ് u ന്റെ എത്രയാണെന്ന് എല്ലാവർക്കും അറിയാം, സൈൻ u. ഓക്കെ, മൈനസ് ഇല്ല, ഡെറിവേറ്റീവ് എടുക്കുമ്പോഴാണ് മൈനസ്, ഇന്റഗ്രേഷൻ നടക്കുമ്പോൾ പ്ലസ് ആണ് സൈൻ u. u ന് പകരം നമ്മൾ ആരെ കൊടുക്കണം? x e⁻x. ദാറ്റ് ഈസ് സൈൻ ഓഫ് x e⁻x
പ്ലസ് സി. ദാറ്റ്സ് ഓൾ. തീർന്നു കേട്ടോ. അപ്പൊ 2 ക്വസ്റ്റ്യൻസുകൾ അടിപൊളിയാണ്. പ്ലസ് ടുവിന്റെ പബ്ലിക് എക്സാമിനൊക്കെ ചോദിക്കാൻ പറ്റുന്ന നല്ല ക്വസ്റ്റ്യൻസുകൾ. അപ്പൊ ഇതൊക്കെ ഇഷ്ടപ്പെട്ട മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോട് മറക്കാവുന്ന ഷെയർ ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് ബൈ.